8 മണിക്ക് ഒരു ഗ്ലാസ് മാങ്ങ ജ്യൂസ് കുടിച്ചതിന് ശേഷം അതിന്റെ പുറകെ ഏതാണ്ടൊക്കെ മാങ്ങ ചെത്തി ഇട്ടതും തിന്നിട്ട് ഒരു മൂവാണ്ട മാങ്ങ ചെത്തി തിന്നു. അതിന്റെ പുറകെ ഒരു കിളിച്ചുണ്ട മാങ്ങ കഴിച്ചിട്ട് കോശ്ശേരി മാങ്ങ ഏതാണ്ട് അതും കഴിച്ചു. 8:45 അതും ഒതുക്കിക്കൊണ്ട് പിന്നെ 9:15 ബംഗനപ്പള്ളി മാങ്ങ അത് പീസാക്കിയത് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുവന്ന് കഴിച്ചു. ഇതിന്റെ സെഷൻ സ്റ്റോറി ഇട്ടപ്പോൾ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു മാംഗോ ഓൺലി ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാവുന്നുള്ളത്. മാങ്ങ നിലവിൽ സ്റ്റോക്കിരുന്നെല്ലാം വീട്ടിൽ തീരാറവിന്നുള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 9:45 മലിക മാങ്ങ എടുത്തെങ്കിലും അത് പഴുത്തില്ലെന്നോ പറഞ്ഞെങ്കിലും വറ്റിക്കടന്ന് പഴുത്തോളൂ എന്ന് പറഞ്ഞ് അത് ജ്യൂസ് അടിച്ചു കുടിച്ചു. പിന്നെ ഏതാണ്ടൊക്കെ മാങ്ങ ഉണ്ടായിരുന്നു. അതൊരെണ്ണം ചെത്തി തിന്നുകൊണ്ട് 11 മണിക്ക് നീലോ അൽഫോൺസൈൻ തിന്നു. നീലമാണേലും ചുമപ്പാണേലും മാങ്ങ പച്ചയായിരുന്നു. ഉമ്മ പറഞ്ഞ് കായും പോയി പുളിയുവാണ്, ആർക്ക് വേണം? എനിക്ക് വേണം. പിന്നെ കായ് വെറുതെ കളഞ്ഞ പുളിയ മാങ്ങ ഒതുക്കിക്കൊണ്ട് അൽഫോൺസ മാങ്ങ കഴിക്കാറ് അതെല്ലാവർക്കും വേണമായിരുന്നു. അതുകൊണ്ട് പ്ലേറ്റ് എടുത്ത് ഞാൻ കൈ പിടിച്ചു. പിന്നെ തത്തച്ചുണ്ടൻ അത് ഒരിഞ്ഞിട്ട് ജ്യൂസ് അടിച്ചു. 12 മണിക്ക് അതും കൂടെ കഴിച്ചുകൊണ്ട് ജോലി ഒതുക്കാന്ന് വിചാരിച്ചു. ഇന്ന് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. കൊച്ചിന്റെ ആഗ്രഹപ്രകാരം മാങ്ങ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു കുഞ്ഞൻ ഗ്ലാസ് ആ മാങ്ങയും കൂടെ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ പകുതി മതിയെന്ന് പറഞ്ഞു. പിന്നെ അതും കൂടെ കുടിച്ചു. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒട്ടുമാവേ പിടിച്ച മാങ്ങ, അത് വെച്ച് ഒരു ലസ്സി അടിക്കാന്ന് വിചാരിച്ചു. അതുകൂടെ പെട്ടെന്ന് അടിച്ചു കുടിച്ചു. പിന്നെ പുറത്ത് കറങ്ങാനായിട്ട് പോകണമായിരുന്നു. ലാസ്റ്റ് ഇരുന്ന ഒരു മാങ്ങ കൂടെ ചെത്തി തിന്നുകൊണ്ട് തീർന്ന മാങ്ങ വാങ്ങിക്കാനായിട്ട് പോയി. ഏതാണ്ടൊക്കെ സൈസ് മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ സൈസ് മാങ്ങയും പാഴ്സലാക്കൊണ്ട് പിന്നെ ചെത്തി തിന്നാനായിട്ട് അവിടെ നിന്ന് പറ്റാത്തതുകൊണ്ട് ഒരു കുപ്പി ജ്യൂസും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി.